റെയിൻബോ വിഷൻ കീരമ്പാറ വാർത്താ ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുന്നേക്കാട് സിറ്റിക്ക് സമീപമുള്ള ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അധികാരപരിധിയിൽപ്പെട്ട വനം വകുപ്പിൻ്റെ അധികാരപരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്താണ്. ഇവിടെ മദ്യപാന്മാരുടെ ഒരു സംഘം, മദ്യവിൽപ്പനക്കാരുടെ ഒരു സംഘം കേന്ദ്രീകരിച്ച് അതിരാവിലെയും വൈകുന്നേരവും മദ്യവിൽപ്പന നടത്തുന്ന ഒരു സ്ഥലത്താണ് നാം നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെയധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഇതുമൂലം ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കുമിഞ്ഞുകൂടിയിട്ടുണ്ട്. കുപ്പിയും ഗ്ലാസും അങ്ങനെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഡിസ്പോസിബിൾ ഗ്ലാസുകൾ, കുപ്പികൾ, കോളക്കുപ്പികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നാടിൻ്റെ നാൾവഴികൾ എന്നുള്ള ഈ എപ്പിസോഡിൽ റെയിൻബോ വിഷൻ കീരമ്പാറ വാർത്താ ചാനൽ ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. മാന്യ പ്രേക്ഷകർ ഇക്കാര്യം ശ്രദ്ധിക്കുമല്ലോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നോക്കുക, മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും, പ്രകൃതിക്ക് തന്നെ ഏറ്റവും അധികം ദോഷം ചെയ്യുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ സമീപത്തുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കണം. അതുപോലെ കീരമ്പാറ പഞ്ചായത്തിന് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സിറ്റി കൂടിയാണ് പുന്നേക്കാട്. ഈ പുന്നേക്കാട് സിറ്റിക്ക് സമീപം, അതായത് പുന്നേക്കാട് സിറ്റിയുടെ കേന്ദ്ര ഭാഗത്ത് നിന്ന് ഒരു 100 മീറ്റർ പോലും ദൂരത്തിലല്ല ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വളരെ അധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാവുന്ന രീതിയിലാണ് എത്രമാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ വെറുതെ വ്യാപാരികളായിട്ട്, അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഗ്ലാസുകൾ, പെയിൻറ്റിങ് ടിന്നുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, ഏറ്റവും അധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് റോഡ്, വാഹനങ്ങൾ പോകുന്ന റോഡ്. തൊട്ടടുത്ത് രാത്രിയായാൽ ഇവിടെ മദ്യപാന്മാരുടെ ഒരു സെൻ്ററായി, ഒരു കേന്ദ്രമായി മാറുകയാണ്. മദ്യവിൽപ്പന ഇതിൻ്റെ മറവിൽ. വേണ്ടപ്പെട്ട എക്സൈസ് അധികാരികളെല്ലാം കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. പലവട്ടം എക്സൈസ് ഓഫീസിലൊക്കെ നമ്മൾ ഈ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. പുന്നേക്കാട് സിറ്റിയിൽ നിന്ന് ഒരു 100 മീറ്റർ അകലത്തിൽ തന്നെയാണ് എക്സൈസ് ഓഫീസ്. നമ്മൾ ആദ്യം കണ്ട ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പുറകുവശത്തുള്ള സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ കാട് പിടിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഈ കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഈ വനത്തിൻ്റെ ഈ ചപ്പിൻ്റെ എല്ലാം ഇടയിലാണ് മദ്യക്കുപ്പികൾ ഒളിപ്പിച്ച് വെക്കുന്നത്. വൈകുന്നേരമാകുമ്പോൾ ഇവിടെ നിന്നാണ് മദ്യക്കുപ്പികളെടുത്ത് വിൽപ്പന നടത്തുന്നത്. അതുകൊണ്ട് ഈ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഈ വീടും ഇതിൻ്റെ പിന്നാമ്പുറങ്ങളും ഈ കാടും മദ്യപാന്മാരുടെ ഒരു കേന്ദ്രമായി മാറ്റപ്പെട്ടിട്ടുണ്ട്. പലവട്ടം വേണ്ടപ്പെട്ട അധികാരികൾക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അവരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പറയുമ്പോൾ മാത്രം ഒരു ചെറിയ ശുഷ്കാന്തി കാണിക്കുകയും ഒന്ന് വന്നു പോവുകയും അതിനുശേഷം പിന്നീട് അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഈ മേഖലയിൽ മദ്യവിൽപ്പന വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ, മറ്റ് വേസ്റ്റുകളുടെ ഒരു കൂമ്പാരം തന്നെ ഇവിടെ കൂടി ചെയ്യുന്നത്. അതെ, നമുക്ക് കാണാം. ഇത് 10 രൂപയുടെ കോളയാണ്. നമുക്കതിന് സമീപത്ത് തന്നെ ഗ്ലാസ് ഉണ്ട്, അതുപോലെ കുപ്പിയുണ്ട്. ഇതെല്ലാം ജീവിക്കുന്ന തെളിവുകളാണ്. പക്ഷെ ഇത്രയും നഗ്നമായ തെളിവുകൾ ഉണ്ടായിട്ടും പല വിധത്തിൽ, പലതരത്തിൽ നമ്മുടെ എക്സൈസ് ഓഫീസ് എല്ലാം പിക്കറ്റിംഗ് ചെയ്തും, അതുപോലെ ആളുകൾ അവിടെ പരാതികൾ അറിയിച്ചിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യാതൊരുവിധ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള അന്വേഷണങ്ങളോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് പരിതാപകരമായ ഒരവസ്ഥ കൂടിയാണ്. ഇതിനെല്ലാം ശരിയായ നിലയിലുള്ള ഒരു നടപടിയിലേക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ നീങ്ങണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.